പോവാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും നമ്മൾ ചിലപ്പോൾ ഷാർജയിലേക്ക് പോകും. വിഷുവിൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും നിൽക്കുക. ചിലപ്പോൾ എൻ്റെ ചേട്ടനെയും കാണാനായിട്ട് പോകും. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എന്ന് പറയണത് നമ്മൾ ചേട്ടൻ്റെ വിഷുവിൻ്റെ ചേട്ടൻ്റെ അവിടെ സാറ്റർഡേക്ക് നിന്നിട്ട് പിന്നെ ഒരു പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ എൻ്റെ ചേട്ടനെ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ദുബായിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ നിൽക്കുന്നത് സിൽക്ക് ഒയാസിസിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ചേട്ടനെ കാണാനായിട്ട് പോയി. എന്നിട്ട് പിന്നെ അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ദുബായിൽ തന്നെ പ്ലേസ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബുഫി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് കരാമ ത്രൂ ഒക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ദുബായ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ അവിടെ അടുത്തേച്ച് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാര്യം ഇതൊരു റിവ്യൂ വീഡിയോ ആയിട്ട് നമ്മൾക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അപ്പോൾ നമ്മളിത് ആ ഫുഡൊക്കെ എടുക്കാൻ സ്റ്റാർട്ടറായിട്ട് ഇതുപോലത്തെ ഫിഷിൻ്റെ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ എടുത്തു. ഇങ്ങനെ ചെറിയ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ചിക്കൻ വിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ഇതുപോലെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് ചീസ് ബോൾ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുത്തു. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് നമ്മൾ ടേബിളിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കബാബ്. അത് നമ്മൾക്ക് ഇങ്ങനെ ചൂട്ടോടെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളത് ഇതിങ്ങനെ ഓരോ പീസായിട്ടൊക്കെ എടുത്തു. അപ്പോഴാണ് ഈ ഒരു കോലുമ്മ ഇതുപോലത്തെ റൊട്ടി കൊണ്ടുവച്ചിരിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവയ്ക്കണത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇതുപോലത്തെ ഒരു കോലുമ്മ ഇങ്ങനെ തൂക്കിയിട്ടിട്ട്. പിന്നെ ഇത് അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിൻ്റെ പേരാണ് ഹാന്തി എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാകിസ്ഥാൻ ചിലയിടത്തും ഇങ്ങനെ പാകിസ്ഥാൻ ചില മട്ടനിലൊക്കെ സ്മെല്ലുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ട് കഴിക്കാനായിട്ട് പോയാൽ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതുപോലെ കുറേ പുഡിങ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ എടുത്തു. അപ്പോൾ അപ്പുറത്തൊന്നും കുറേ കുട്ടികളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തൊരു കേക്ക് പീസ് എടുത്തു, ജെല്ലി എടുത്തു, പിന്നെ 2 ടൈപ്പ് ഓഫ് പുഡിങ് എടുത്തു, ബ്ലൂബെറിയും പിന്നെ കോഫിയുടെയും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനത്തെ ഒരു ബിൽഡിങ്സ് കാണാം കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്. നമ്മൾക്ക് അതിശയത് ദുബായ് എന്ന മായാലോകം എന്നൊക്കെ പറയില്ലേ, അതന്നെയാണ് സംഭവം. പല വെറൈറ്റി ആയിട്ടുള്ള പല കൺസ്ട്രക്ഷൻസ് ആണ് അവിടെ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ തൊട്ട് ബാക്കിലായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് നമ്മുടെ ബുർജ് ഖലീഫയുണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അപ്പോൾ മക്ഡൊണാൾഡ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും മേടിച്ചു. പിന്നെ അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അവിടേക്കൊക്കെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഡ്രാഗൺ മാർട്ടിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രാഗൺ മാർട്ടിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ കാണാം. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാർട്ടിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാം. അതിന് തന്നെ ഓരോ സെക്ഷൻസ് ഉണ്ട്. ഗാർമെൻറ്റ്സ്, ക്ലോത്തിങ്സ്, ഇലക്ട്രോണിക്സ്, പിന്നെ നമ്മൾക്ക് വീട്ടിലേക്ക് വേണ്ട അങ്ങനത്തെ കുറേ ഐറ്റംസ്, അങ്ങനെ പലതും നമ്മൾക്ക് ഇവിടെ കിട്ടും. എല്ലാതും നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾക്ക് കുറച്ച് ബാർഗൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചീപ്പ് റേറ്റിനും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. നമ്മളൊന്നും മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ പാർക്കിങ് തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഏത് സ്ഥലത്താണ് പാർക്ക് ചെയ്തതെന്ന് മനസ്സിലായില്ലെങ്കിൽ പെട്ടുപോകും നമ്മൾ. അപ്പോൾ നമ്മൾ അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ സൈഡിലാണ് പാർക്ക് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസ് വഴിയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് പല സെക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ കടന്നു. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മൾക്ക് കാണുന്ന കാഴ്ച ഇതുപോലത്തെ ഡ്രസ്സ് കുറേ ഇങ്ങനെ വെറൈറ്റി പല കൺട്രീസിൽ നിന്നൊക്കെയുള്ള ഇങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇതുപോലത്തെ ജ്വല്ലറി ഐറ്റംസ് കാര്യങ്ങൾ, ഇവിടെ ഫുഡ് ഐറ്റംസ്, സ്നാക്സ് ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ഇതുപോലത്തെ കുറേ ഡ്രസ്സ് ഐറ്റംസാണ് ഈ സെക്ഷനിൽ ഫുള്ളുണ്ടായത്. ജ്വല്ലറീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല വെറൈറ്റി മാലകളും കമ്മലുകളും അല്ലാതും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സെക്ഷനിൽ പോകുമ്പോൾ ഹോം ഡെക്കേഴ്സായിട്ട് ഇതുപോലത്തെ നമ്മളെ കുട്ടി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതായത് ഇതുപോലത്തെ ഇത് 3 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 ദിർഹമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു, അത്രമാത്രം. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ വെച്ച് നോക്കി. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു അപശബ്ദം കേട്ടത്. എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെ
ക്യാമറ അലൗഡ് അല്ല. അപ്പം നമ്മളപ്പം തന്നെ ക്യാമറയൊക്കെ എടുത്ത് മാറ്റി നമ്മൾ നല്ല കുട്ടിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ ഇതുപോലെ കുറേ ലൈറ്റ്സ്, നല്ല വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കണ്ടോ, ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇതൊക്കെ ഒരു വീട്ടിലിങ്ങനെ ഷോ ലൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലായിരിക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ക്യാമറയിൽ അത് എത്രത്തോളം ക്യാപ്ചറായി എന്ന് എനിക്ക് മനസ്സിലാവണില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ആ ലൈറ്റ്സിൻ്റെ അതുകളൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു സെക്ഷനിൽ ഇതുപോലെ നല്ല അടിപൊളി ബാംഗിൾസും നല്ല കൈ ചെയിൻസും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതുപോലത്തെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ എന്നെ വിളിച്ചത്. മേഡം ഒന്നും ഇങ്ങോട്ട് വരും, ജസ്റ്റ് ഫ്രീ ആയിട്ടൊരു പാന തരാം, നോക്കൂ ഇത് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. black color. okay. خلاص بتملت. Free for you, madam. Check. Thank you, sir. Again. خطر التليفون. Touch here, madam. Thank you, sir. Touch here. Not hot. Again, this one touch for mobile. Any mobile work. iPhone, Samsung, iPad, tablet, can work. Again, backside, not here. Here. Can hold like this. Stand for mobile. Stand like this one. Stand like this one. Stand like this one. محلك شو بدك حياك الله سمير. وبعدين موبايل remove like this one. Here touch. Here stand. Here name. Again hit pen. Again get free for you, madam. Give me a minute of your time and take your gift. This free buy no problem for me. You need one more tender. No need. This one location for you. Thank you so much. അങ്ങനെ ആൾ എനിക്ക് ആ പേന ഫ്രീ ഒക്കെ ആയിട്ട് തന്നു. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറയാണ്, നിക്കിത എന്നാണോ പേര്, ഇത് പഴയൊരു പാട്ടുണ്ട് നിക്കിത എന്ന് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. അതൊക്കെ ഈജിപ്ഷ്യൻ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ മേടിച്ച് ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ ഇതുപോലെ തന്നെ കുറേ മാല, വള, കമ്മൽ സെറ്റുകളാണ്. പിന്നെ വേറൊരു സെക്ഷനിൽ ഇതുപോലെ ഹോം ഡെക്കേഴ്സ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒന്ന് ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഹോം ഡെക്കേഴ്സും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസും ഉണ്ട്, ഷോ പീസ് ലൈക്ക് അതുപോലത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഓരോ വോൾ ഡെക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ വെറൈറ്റി ഓഫ് തലമുടി വേണമെങ്കിൽ അതുമുണ്ട്. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ തീ പാറുന്ന ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ കാല് വയ്യാണ്ടായിട്ട് നമ്മൾ വേഗം ഇങ്ങോട്ട് പോകുന്നു. കുറേ നടക്കാനുണ്ട്. അപ്പം നമ്മളിതാ കാറിൽ ഇരുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ റസൽ കൈമയിലേക്ക് വരാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ കുറേ പേര് പറയുന്നത് ജോബ് റിലേറ്റഡ് വീഡിയോസ്, അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.